നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. 25 ദിവസത്തെ പരസ്യ പ്രചാരണവും 1 ദിവസത്തെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് ശാന്തമായ അന്തരീക്ഷത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി മെയ് 4-ന് ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പ്. തൃശൂർ അതിരൂപത മുൻ വികാരി ജനറൽ റവറൻഡ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗം 2026 ഏപ്രിൽ 10 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 1 മണിക്ക്. ഒല്ലൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. ഭക്ഷ്യക്കിറ്റ് LDF നേതാക്കൾ കുത്തിയിരിപ്പ് സമരം നടത്തി. വാർത്തകൾ വിശദമായി. 25 ദിവസത്തെ പരസ്യ പ്രചാരണവും 1 ദിവസത്തെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് ശാന്തമായ അന്തരീക്ഷത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി മെയ് 4-ന് ഫലപ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പ്. ഭരണ തുടർച്ച എന്ന LDF, ഭരണമാറ്റമെന്ന UDF. ആത്മവിശ്വാസത്തിൽ UDF മുന്നിലാണ്. സമീപകാലത്തൊന്നും വാശിയേറിയ തെരഞ്ഞെടുപ്പ് കണ്ട ഓർമ്മയില്ല. ഒരു പഴുതും അനുവദിക്കാതെ തെരഞ്ഞെടുപ്പ് ആവനാഴിയിലെ മുഴുവൻ ആയുധങ്ങളും പ്രയോഗിച്ചായിരുന്നു പ്രചരണം. തെരഞ്ഞെടുപ്പിന് മുന്നേ പാതയോരങ്ങളിൽ ഫ്ലക്സും എഴുത്തും പരസ്യ ബോർഡുകളും നിരത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഭരണപക്ഷത്തിനായിരുന്നു മേൽക്കോയ്മ. വൈകിയാണെങ്കിലും UDF കളം പിടിക്കാൻ രംഗത്തിറങ്ങിയതോടെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിച്ചു. സമൂഹ മാധ്യമങ്ങളിൽ 3 മുന്നണികളും ഒന്നിന് മറ്റൊന്നിന്മേലുള്ള ആധിപത്യം സ്ഥാപിക്കലായിരുന്നു. അവസാന ദിനം മാത്രമാണ് അപ്രതീക്ഷിത ബോംബ് പൊട്ടിയത്. അത് മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ വക. വോട്ടർമാരെ അത് എത്രമാത്രം സ്വാധീനിച്ചു എന്ന് പറയുക വയ്യ. CPM BJP ഡീൽ ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിപക്ഷം ഉയർത്തിയത് LDF അല്പം പരിഭ്രാന്തിയിലാക്കി. ഡീൽ ആരോപണങ്ങളുടെ പ്രവാഹമായിരുന്നു. വോട്ടർമാർ ഇതൊന്നും ഗൗരവമായി എടുത്തതായി തോന്നിയില്ല. SDPI പിന്തുണ LDF ക്ഷീണമുണ്ടാക്കി. ലവ് ജിഹാദുമായി BJP. പ്രധാനമന്ത്രി വന്നത് BJPക്കും രാഹുൽ ഗാന്ധി വന്നത് UDF-നും ആവേശക്കൊടുമുടിയായി. വോട്ടർക്ക് പണം നൽകിയ വിഷയം ശോഭ സുരേന്ദ്രന്റെ ശോഭ കുറച്ചു. തൃശൂർ മണ്ഡലത്തിൽ കിറ്റ് വിതരണം BJP സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലിനെ ബാധിച്ചു. ഒല്ലൂർ മണ്ഡലത്തിൽ പുത്തൂർ നടത്തറ പഞ്ചായത്തുകളിൽ ചില ബൂത്തുകളിൽ രാവിലെ നീണ്ട ക്യൂ ഉണ്ടായി. ഉച്ചയോടെ ക്യൂ നിൽക്കാതെ തന്നെ മിക്കവർക്കും വോട്ട് ചെയ്യാൻ കഴിഞ്ഞു. തെക്കുംകര പഞ്ചായത്തിലും വോട്ടെടുപ്പ് ശാന്തമായിരുന്നു. മാടക്കത്ര മണ്ണുത്തി മേഖലയിലും കോർപ്പറേഷൻ ഡിവിഷനുകളിലും വോട്ടെടുപ്പ് ശാന്തമായിരുന്നു. ചെറിയ തോതിൽ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായെങ്കിലും പെട്ടെന്ന് ശാന്തമായി. തൃശൂർ നഗരത്തിലെ മിക്ക ബൂത്തുകളിലും വോട്ടെടുപ്പ് ശാന്തമായിരുന്നു. എവിടെയും നീണ്ട ക്യൂ കണ്ടില്ല. സാധാരണയായി വോട്ടെടുപ്പ് തീരാറായ സമയം മിക്ക ബൂത്തുകളിലും നീണ്ട ക്യൂ ആണ് പതിവ്. എന്നാൽ ഇത്തവണ അത് മിക്കയിടത്തും കണ്ടില്ല. ഇത്തവണ കേരളം മുഴുവൻ ഒറ്റ ദിവസം വോട്ടെടുപ്പ് നടന്നു. ഇനി ഫലപ്രഖ്യാപനത്തിനായി കാത്തിരിക്കണം. ജനം വിധി എഴുതി. പുത്തൂർ നടത്തറ പഞ്ചായത്തുകളിലെ വോട്ടെടുപ്പ് സമാധാനപരം. പല ബൂത്തുകളിലും നീണ്ട നിര അനുഭവപ്പെട്ടു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. ചുരുക്കം ചില സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രം പണിമുടക്കി. പൂച്ചട്ടി ഭാരതി വിദ്യാഭവൻ സ്കൂൾ, മാതാമംഗലം ഫോറസ്റ്റ് സ്റ്റേഷൻ, പുത്തൂർ ഗവൺമെന്റ് സ്കൂൾ എന്നിവിടങ്ങളിൽ തകരാറുകൾ സംഭവിച്ചു. ഇതെല്ലാം വേഗത്തിൽ പരിഹരിച്ച് വോട്ടെടുപ്പ് നടത്തി. രാവിലെ 7 മുതൽ ആരംഭിച്ച വോട്ടെടുപ്പിൽ തുടക്കം പല ബൂത്തുകളിലും നീണ്ട വരിയായിരുന്നു. ഉച്ചവെയിലിൽ നിന്ന് രക്ഷ നേടാനും മറ്റാവശ്യങ്ങൾക്ക് പോകാനും കൂടുതൽ ആളുകൾ രാവിലെ പോളിംഗ് ബൂത്തുകളിലെത്തി. ബീപ് ശബ്ദം കേട്ട് പുറത്തിറങ്ങാൻ സമയക്കൂടുതൽ വന്നത് ബൂത്തുകളിൽ തിരക്കുകൂട്ടി. ഉച്ചയോടെ ബൂത്തുകൾ ആളൊഴിഞ്ഞ നിലയിലായി. 6 മണിവരെ വരിയിൽ നിന്ന് എല്ലാവർക്കും വോട്ട് രേഖപ്പെടുത്താൻ അവസരമൊരുക്കി. മൊബൈൽ ഫോൺ കൊണ്ടുപോകുന്നതിന് വിലക്കുണ്ടായിരുന്നു. ഓരോ പോളിംഗ് സെന്ററുകളിലും കർശന സുരക്ഷയായിരുന്നു. ചൂട് പിടിച്ച തെരഞ്ഞെടുപ്പ് ആവേശത്തിന് സമാപനമായെങ്കിലും സ്ഥാനാർത്ഥികൾക്കും അണികൾക്കും ഇനിയുള്ള ദിനങ്ങൾ ലഭിച്ചേക്കാവുന്ന വോട്ടുകളുടെ കൂട്ടിക്കിഴിക്കലുകളുടെ ദിവസങ്ങളാണ്. ആര് വാഴും ആര് വീഴും എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കേണ്ടിയിരിക്കുന്നു. ഒല്ലൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. LDF സ്ഥാനാർത്ഥി K. രാജൻ അന്തിക്കാട് ഗവൺമെന്റ് സ്കൂളിലും UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത് തൃശൂർ ഹോളി ഫാമിലി കോൺവെന്റ് ഹൈസ്കൂളിലും NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് വല്ലൂർ ST ഉന്നതി സാംസ്കാരിക നിലയത്തിലും വോട്ട് രേഖപ്പെടുത്തി. സ്വന്തം പേരിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള അവസരം ബിജോയ് തോമസിന് ലഭിച്ചു. ഒല്ലൂർ മണ്ഡലം സ്ഥാനാർത്ഥി K. രാജൻ അന്തിക്കാട് ഹൈസ്കൂളിലും അയ്യന്തോൾ നിർമ്മല കോൺവെന്റ് UP സ്കൂളിലെ 77 നമ്പർ ബൂത്തിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും കളക്ടറുമായ ശിഖ സുരേന്ദ്രനും ഒല്ലൂർ UDF സ്ഥാനാർത്ഥി ഷാജി കോടങ്കണ്ടത്ത് തൃശൂർ ഹോളി ഫാമിലി കോൺവെന്റ് ഹൈസ്കൂളിലും മറൌഗിൻ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത മാർത്തോമ GHSSലും ഹരിശ്രീ സ്കൂളിൽ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാലും വോട്ട് രേഖപ്പെടുത്തി. പാണഞ്ചേരി പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 49-ൽ VV മെഷീൻ തകരാറിലായി. 49-ാം നമ്പർ ബൂത്ത് കൂട്ടാല അങ്കണവാടിയിൽ വിവിപാറ്റ് മെഷീൻ തകരാറിലായി. അരമണിക്കൂറോളം വോട്ടെടുപ്പ് തടസ്സപ്പെട്ടു. ഉച്ചതിരിഞ്ഞ് 3 മണിയോടെ മെഷീൻ തകരാറിലായതിനെ തുടർന്ന് പരിഹരിച്ച് 3:35ഓടെ വോട്ടെടുപ്പ് പുനരാരംഭിച്ചു.
വടക്കാഞ്ചേരി മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് സുഗമമായി പുരോഗമിച്ചു. രാവിലെ 7 പ്രക്രിയകൾ ആരംഭിച്ചു. വോട്ടർമാരുടെ നീണ്ട നിര രാവിലെ ഉണ്ടായിരുന്നു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി സേവ്യർ ചിറ്റലപ്പള്ളി രാവിലെ ഓട്ടുപാറ വില്ലേജ് ഓഫീസിൽ വോട്ട് രേഖപ്പെടുത്തി. UDF സ്ഥാനാർത്ഥി PN വൈശാഖ് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് LP സ്കൂളിലും കുന്നംകുളം LDF സ്ഥാനാർത്ഥി AC മൊയ്തീൻ നാട്ടിലെ പനങ്ങാട്ടുകര ഗവൺമെന്റ് LP സ്കൂളിലും വോട്ട് രേഖപ്പെടുത്തി. മാറ്റത്തിനായുള്ള വടക്കാഞ്ചേരിയിലെ നമ്മുടെ നാട്ടുകാരുടെ എല്ലാ പിന്തുണയും ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എന്നും ഒരു സാധാരണ വടക്കാഞ്ചേരിക്കാരനായി എന്നും ഞാൻ കൂടെ ഉണ്ടാകും. ഇതുവരെയും അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇനി അങ്ങോട്ടും വടക്കാഞ്ചേരിക്ക് വേണ്ടി വടക്കാഞ്ചേരിക്കാരനായി വടക്കാഞ്ചേരിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഞാനുണ്ടാകും എന്നുള്ള ഉറപ്പ് ഈ അവസരത്തിൽ നൽകുകയാണ്. ഇവിടെ എൻ്റെ സ്വന്തം ഞാൻ ജനപ്രതിനിധിയായി വിജയിപ്പിച്ച ഡിവിഷനിൽ തന്നെയാണ് ഞാനും പോൾ ചെയ്യാൻ ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ ആളുകളുടെ കൂടെ സാധാരണ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിനും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനൊക്കെ പോൾ ചെയ്യുന്ന പോലെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് പോൾ ചെയ്യാൻ അവരുടെ കൂടെ വോട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത്, അത് സ്ഥാനാർത്ഥിയാവാൻ പറ്റിയെന്നുള്ളതിന് പാർട്ടിയോട് ഏറ്റവും അധികം കടപ്പാട് ഈ അവസരത്തിൽ അറിയിക്കുക. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ തുടർഭരണം ഉറപ്പുവരും എന്ന നിലയിലുള്ള സാഹചര്യമാണ് കേരളത്തിൻ്റെ അകത്ത് ഉരുത്തിരിഞ്ഞു വന്നിട്ടുള്ളത്. തീർച്ചയായും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയം ഉറപ്പാണ്. അതിനാവശ്യമായ എല്ലാ സാഹചര്യവുമുണ്ട്. വടക്കാഞ്ചേരിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടൊപ്പം തന്നെ നിൽക്കും എന്നത് ഉറപ്പാണ്. വോട്ട് ചെയ്തു എല്ലാവരും വോട്ട് ചെയ്യണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മൂന്നാമത്തെ തുടർ ഭരണത്തിനു വേണ്ടിയുള്ള വോട്ടാണിത്. തീർച്ചയായും ജനാധിപത്യ അവകാശം എല്ലാവരും വിനിയോഗിക്കും. സമ്പൂർണ്ണ വിജയം കേരളത്തിലുണ്ടാവും. വടക്കാഞ്ചേരി സഖാവ് സേവ്യർ ചിറ്റലപ്പള്ളി വിജയിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. തൃശ്ശൂർ ജില്ലയിൽ അഭിമാനകരമായ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. പൂച്ചട്ടി ഭാരതി വിദ്യാഭവൻ സ്കൂളിലെ വോട്ടിംഗ് യന്ത്രം ഏറെ നേരം തകരാറിലായത് വോട്ട് ചെയ്യാനെത്തിയ ജനങ്ങളെ വലച്ചു. B ബ്ലോക്കിലെ ബൂത്ത് നമ്പർ 92 വോട്ടിംഗ് യന്ത്രം തകരാറിലായി. 9 മണി മുതൽ യന്ത്രം ഒരു തവണ തകരാർ പരിഹരിച്ചെങ്കിലും അല്പനേരത്തിന് ശേഷം വീണ്ടും പണിമുടക്കി. 10:30 മറ്റൊരു വോട്ടിംഗ് യന്ത്രം എത്തിച്ച് പ്രശ്നം പരിഹരിച്ചു. പ്രായമായവരും കൈക്കുഞ്ഞുങ്ങളുമായി വന്നവരും വോട്ട് ചെയ്യാൻ ഏറെ നേരം വരിയിൽ കാത്തു നിൽക്കേണ്ടി വന്നു. വോട്ടർമാർ പ്രതിഷേധം രേഖപ്പെടുത്തി. 10:40 പുനരാരംഭിച്ചു വോട്ടിംഗ്. ഇതിനിടെ പോളിംഗ് സ്റ്റേഷനിലെത്തിയ കോൺഗ്രസ് പ്രതിനിധി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ച് സ്ഥലത്തുണ്ടായിരുന്ന LDF പ്രവർത്തകർ കോൺഗ്രസ് പ്രതിനിധിയുമായി വാക്കേറ്റത്തിന് വഴിവെച്ചു. സ്ഥലത്തുണ്ടായ പോലീസ് ഉടൻ ഇടപെട്ട് പ്രശ്നം വേഗത്തിൽ പരിഹരിച്ചു. വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. വാണിയമ്പാറ EKM UP സ്കൂളിൽ 37 നമ്പർ ബൂത്തിൽ വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ ആൾ കുഴഞ്ഞു വീണ് മരിച്ചു. കൊമ്പട രാമൻചിറ സ്വദേശി വിനോദ് ഉണ്ണിച്ചക്കൻ 63 വയസ്സ്. അദ്ദേഹമാണ് മരിച്ചത്. രാവിലെ 10:45 സംഭവം. വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയ അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. പോളിംഗ് ഓഫീസറുടെ നേതൃത്വത്തിൽ വീൽ ചെയറിൽ ഇരുത്തുന്ന സമയത്ത് കുഴഞ്ഞു വീണു. ആംബുലൻസിൽ തൃശൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മല്ലികയാണ് ഭാര്യ. ഒല്ലൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി ബിജോയ് തോമസ് വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ബൂത്തുകൾ സന്ദർശിച്ചു. വല്ലൂർ പട്ടികവർഗ സാംസ്കാരിക നിലയത്തിലെ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 11 കുടുംബസമേതം എത്തിയിരുന്നു. ഒല്ലൂർ മണ്ഡലത്തിൽ സ്ഥിരതാമസക്കാരനായിട്ടുള്ള സ്ഥാനാർത്ഥി എന്ന പ്രത്യേകത ബിജോയ് തോമസിനുണ്ട്. ഒല്ലൂരിൽ നേട്ടം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് NDAയുടെ പ്രതീക്ഷ. NDA സർക്കാർ നടപ്പിലാക്കിയ വികസന പദ്ധതികൾ ചൂണ്ടിക്കാട്ടി പ്രചാരണം നടത്തിയെന്നും ജനങ്ങളിൽ നിന്ന് മികച്ച പ്രതികരണമാണ് ഉണ്ടായതെന്നും സ്ഥാനാർത്ഥി പറഞ്ഞു. സംസ്ഥാന നിയമസഭയിലേക്ക് 3ാം തവണയാണ് ബിജോയ് തോമസ് മത്സരിക്കുന്നത്. 1996-ൽ BJP സ്ഥാനാർത്ഥിയായി ഒല്ലൂരിൽ മത്സരിക്കുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയായിരുന്നു ബിജോയ് തോമസ്. 2001-ൽ കുന്നംകുളത്ത് നിന്നും ജനവിധി തേടി. നമസ്കാരം. ഇന്ന് നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ NDAയുടെ നേതൃത്വത്തിൽ മത്സരിക്കുന്ന ഒല്ലൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന BJP സ്ഥാനാർത്ഥി ബിജോയ് തോമസ് ആണ് നമുക്കൊപ്പം ഉള്ളത്. ഇപ്പോൾ വീടിനടുത്തുള്ള വണ്ടൂരിലെ വല്ലൂരടുത്തുള്ള ST കോളനിയിലെ അംഗനവാടി സാംസ്കാരിക നിലയത്തിൽ വന്ന് വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ ഇറങ്ങിയിരിക്കുകയാണ്. ഫാമിലിക്കൊപ്പമാണ് ആള് വന്ന് വോട്ട് രേഖപ്പെടുത്തിയത്. ആർക്കൊപ്പമായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്? ഇവിടെ വന്ന് രേഖപ്പെടുത്തി അച്ഛനും വീട്ടുകാരും? എൻ്റെ അച്ഛനും അമ്മയും
ഭാര്യ, മകനും അവരൊപ്പം എൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പം വന്നാണ് ഞാൻ വോട്ട് രേഖപ്പെടുത്തിയത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP പറയുന്നത്? എത്ര ശതമാനം വിജയ ശതമാനം ഉണ്ട് BJPക്ക്? NDAക്ക് ഈ മണ്ഡലത്തിൽ വിജയം ഉറപ്പാണ് എന്ന് പറയാനായിട്ട് കാരണമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ എന്നുള്ള നിലയിൽ ഏക സ്ഥാനാർത്ഥി ഞാനാണ് ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടുള്ളത്. മറ്റാരും ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഈ മണ്ഡലത്തിൽ യോഗ്യനാണ്, ഇവിടെ തിരഞ്ഞെടുക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ ഈ ആത്മവിശ്വാസത്തോടെ ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ തന്നെയാണ്, എന്താ പറയുക, ഇവിടെ തന്നെ ജനിച്ചു വളർന്ന ഒരാളാണ്. ഈ മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നു. നിലവിൽ ഒല്ലൂർ നിയോജക മണ്ഡലം 2 തവണ LDF ഭരിച്ച്, കഴിഞ്ഞ 2 തവണയും സംസ്ഥാനം ഭരിച്ചിരുന്ന LDF സർക്കാരിൻ്റെ രണ്ടാമനായ മന്ത്രിയായിട്ടാണ് രാജൻ വീണ്ടും 3ാമത് മത്സരിക്കുന്നത്. പിന്നെ കോൺഗ്രസിൻ്റെ ഷാജി ജെ കോടങ്കണ്ടത്ത്. വലിയൊരു കനത്ത മത്സരമല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? മത്സരം കനത്തത് തന്നെയാണ്. അതിലും നമ്മളും ഒട്ടും പിന്നിലല്ലല്ലോ. നമ്മളും ഒപ്പത്തിനൊപ്പം ഒരു ദേശീയ സർക്കാരിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന കക്ഷിയുടെ ഭാഗമായിട്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. BJPയുടെ കേന്ദ്രത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഊന്നി പറഞ്ഞുകൊണ്ട് തന്നെയാണ് താങ്കൾ ഇത്തവണ മത്സരത്തിനിറങ്ങിയതും വോട്ട് ചോദിക്കുന്നതും, അല്ലേ? അതെ അതെ. എത്രത്തോളം ജനങ്ങൾക്കിടയിലേക്ക് ഈ പ്രവർത്തനങ്ങൾ എത്തിയിട്ടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ശരിക്കും നല്ല രീതിയിൽ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് കേന്ദ്ര സർക്കാർ നിലവിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള വികസന പ്രവർത്തന കാര്യങ്ങളിൽ ഇവിടെ നല്ല രീതിയിൽ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ വിജയിക്കുമെന്ന് പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യം. BJP പ്രവർത്തകർ ഒറ്റക്കെട്ടായി താങ്കൾക്കൊപ്പം ഉണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. 100% ഡീല് പറയുന്ന സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ എന്തെങ്കിലും സത്യങ്ങളുണ്ടോ? ഡീല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും തമ്മിൽ നിങ്ങളൊരു കാര്യം ആലോചിക്കണ്ടേ. ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയുടെ റൂളിംഗ് പാർട്ടി, ആ പാർട്ടിയായിട്ട് ഈ കേരളത്തിൽ മാത്രം അപ്പുറത്തും നടക്കുന്ന ഒരു സാധാരണ സംവിധാനത്തിന് എന്ത് ഡീലിനാണ് വരേണ്ടത്? നിങ്ങൾ ശക്തന്മാരോട് മുട്ടുന്നത് ശക്തന്മാരാണ് മുട്ടുക. ഇടവേള. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഓ, ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്.
ബെസ്റ്റ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. ബൂത്തുകൾ സന്ദർശിച്ച് UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത്. ഒല്ലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി ഷാജി ജെ കോടങ്കണ്ടത്ത് തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് ബൂത്തുകൾ സന്ദർശിച്ചു. ചെമ്പൂക്കാവ് ഹോളി ഫാമിലി കോൺവെന്റ് ഹൈസ്കൂളിൽ ബൂത്ത് നമ്പർ 130 വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം വിവിധ ബൂത്തുകൾ സന്ദർശിച്ചു. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായാണ് സംസ്ഥാന നിയമസഭയിലേക്ക് മത്സരിക്കുന്നത്. തികഞ്ഞ വിജയപ്രതീക്ഷ അദ്ദേഹം പങ്കുവച്ചു. ഭയന്ന എതിരാളികൾ അസത്യവും അർദ്ധസത്യങ്ങളും പ്രചരിപ്പിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. സാധാരണ വ്യക്തിയായിട്ടും നിയമ പോരാട്ടങ്ങളിലൂടെ നാടിന് നേടിക്കൊടുത്ത വികസനങ്ങൾ പുസ്തക രൂപത്തിൽ തയ്യാറാക്കി വോട്ടർമാരുടെ കൈകളിൽ കൊടുത്തതിനു ശേഷമാണ് വോട്ട് അഭ്യർത്ഥിച്ചത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുന്നു. ആദ്യമായിട്ട് മത്സര രംഗത്ത് ത്രിതല പഞ്ചായത്ത് മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോ സംസ്ഥാന തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്നു. ഇന്ന് എവിടെയാണ് ആദ്യം വോട്ട് ചെയ്തത്? എന്റെ വോട്ട് ചെമ്പുകാവ് ഹോളി ഫാമിലിയിലത്തെ ബൂത്തിലാണ് എന്റെ വോട്ട് ചെയ്തത്. അത് ചെയ്തിട്ടാണ് ഞാനും വൈഫും കൂടി പോയിട്ട് വോട്ട് ചെയ്തത്. എന്തുകൊണ്ട് ഷാജി വക്കീൽ, എന്തുകൊണ്ട് കോൺഗ്രസ്, UDF? ഷാജി വക്കീൽ എന്തുകൊണ്ടാണെന്നുള്ളത് ഈ മറ്റേ ഒല്ലൂക്കാർക്ക് അറിയാം. ഒരു സ്ഥാനമാനങ്ങളൊന്നും ഇല്ലാതെ നമ്മൾ ഒരുപാട് ജനകീയ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് അതിൽ നമ്മൾ നിയമപരമായ രീതിയിൽ വിജയിച്ചിട്ടുള്ളതാണ്. അത് കോടതി പാലമായാലും ഭൂഗർഭ കേബിളായാലും മറ്റേ പട്ടുംകുഴിയിലെ ചെക്ക് ഡാമായാലും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫുട്ബോൾ കോർട്ട്, ഷട്ടിൽ കോർട്ട്, മണ്ണുത്തി വടക്കുംചേരി ദേശീയപാതയുടെ വിഷയങ്ങൾ, അതുപോലെ തന്നെ പാലിയേക്കര ടോൾ പ്ലാസ, അതുപോലെ തൃശ്ശൂർ റൗണ്ടിൽ ഇപ്പോൾ ഫുട്പാത്ത് നവീകരണം 3 വർഷം കേസ് നടത്തിയതാണ്. അപ്പോൾ നമ്മൾ ഒരു സ്ഥാനമാനം ഇല്ലാതെ ഒരുപാട് ജനകീയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വോട്ട് ചോദിക്കുന്നത്. പക്ഷെ നമ്മുടെ എതിരാളികൾ ഇപ്പോൾ അതൊന്നല്ല, അവരുടെ എന്ത് ചെയ്തു എന്നല്ല, അവർക്ക് ഭൂമക്കത്തുകൾ, അതുപോലെ വ്യാജ പരാതികൾ, ഇതൊക്കെ വെച്ചിട്ടാണ് അവർ വോട്ട് ചോദിക്കുന്നത്. ഞാൻ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് നോട്ടീസുകൾ. ഞാൻ ചോദിക്കണത് എൻ്റെ പുസ്തകമുണ്ട്, ആ പുസ്തകം കൊടുത്തിട്ടാണ് ഞാൻ വോട്ട് ചോദിക്കുന്നത്. തല ഷാജി വക്കീൽ ചെയ്തിട്ടുള്ള നിയമ പോരാട്ടങ്ങളിലൂടെ വിജയങ്ങളാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നോട്ടീസിലൊക്കെ അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. മറ്റൊരു ചോദിക്കുന്നത് നേരത്തെ പറഞ്ഞ വ്യാജ കത്തുകൾ, വ്യാജ പരാതി, ഊമക്കത്ത്, തലയില്ലാത്ത ഇത് നോട്ടീസ്. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, വിജയസാധ്യത എനിക്ക് വന്നോണ്ടല്ല ഇങ്ങനത്തെ ഊമക്കത്തിന്റെ ഗതികേട് വന്നേ. അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ പറയാല. ഒല്ലൂരില് വൻ മുന്നേറ്റം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ട് കോൺഗ്രസ്. വലിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. എന്താണ് ഇത്തരം ഒരു പ്രവർത്തനത്തിലേക്ക് കോൺഗ്രസ് എത്തിപ്പെട്ടത്? അതിന്റെ എന്ത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല്, സാധാരണ ഞങ്ങളുടെ പാർട്ടിയിലെ സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കുക AICC, KPCC ഒക്കെയാണ് സ്ഥാനാർത്ഥിത്വം. അവിടെ നിന്നാണ് സ്ഥാനാർത്ഥിത്വം വരാം. അതിന് വ്യത്യാസമായിട്ട് ഈ ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടുത്തെ പ്രവർത്തകരാണ് എൻ്റെ പേര് അങ്ങോട്ട് കൊടുത്തത്. സാധാരണ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം. അപ്പോൾ പ്രവർത്തകർ UDFനും കോൺഗ്രസിന് പ്രവർത്തകരാണ് DCCക്കും AICCക്കും ഇന്ന ആൾ വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്വം, അവരുടെ കമ്മിറ്റ്മെൻറ്റും ആണ് ഈ ഇലക്ഷനിൽ വന്നത്. ഈ ഇലക്ഷനിൽ മുഴുവൻ UDF സംവിധാനം, മുഴുവൻ കോൺഗ്രസ് സംവിധാനം ഈ ഇലക്ഷനിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇത്രയും വിജയം. എത്ര വോട്ടിന് വിജയിക്കും? 3000-നും 8000-നും ഇടയ്ക്ക് വിജയിക്കും. ഉറപ്പായിട്ട് വിജയിക്കും. എന്തുകൊണ്ട് സംസ്ഥാനത്ത് കോൺഗ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനജീവിതം ദുസ്സഹായി. CPM-കാരൻ പോലും കോൺഗ്രസിന് വോട്ട് ചെയ്യേണ്ട കാലമാണത്. അത്രയ്ക്കും മതി. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നു. 5 വർഷം കൊണ്ട് 50,000 പേരാണ് കേരളത്തിൽ ആത്മഹത്യ ചെയ്തിട്ടുള്ളത്. സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളിലും അഴിമതി. അത് ശബരിമല ആയാലും ഡിജിറ്റൽ റിസർവ് ഉപകരണങ്ങൾ വാങ്ങിയതാണെങ്കിലും അയ്യപ്പ സംഗമമായാലും എല്ലാം അഴിമതി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു അഴിമതിയുടെ ഒരു കൂത്തരങ്ങായി കേരളം. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്നു. സർക്കാർ സർവീസുകൾക്കൊക്കെ വില.
ഒരു സമസ്ത മേഖല ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. ഈ റോഡിൽ നമസ്കാരം ഈ റോഡിൽ ഒരു ലോട്ടറി വിൽക്കാൻ പോണ ആൾക്ക് പോലും ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ജനം മടുത്തിട്ടാണ് കേരളത്തിൽ ഒരു ഭരണമാറ്റം എന്ന് പറയുന്നത്. ഒല്ലൂരിന്റെ മാറ്റത്തിന് വേണ്ടി, കേരളത്തിന്റെ മാറ്റത്തിന് വേണ്ടിയാണ് വോട്ട് ചോദിക്കുന്നത്. അപ്പോൾ ഒല്ലൂർ ഇത്തവണ പിടിച്ചെടുക്കും? UDF പിടിച്ചെടുക്കും, ഒരു സംശയമില്ല. ഒല്ലൂർ തന്നെയല്ല, കേരളം പിടിച്ചെടുക്കും. അപ്പൊ എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ, താങ്ക് യു. നമസ്കാരം. തൃശൂർ അതിരൂപത മുൻ വികാരി ജനറൽ റവറൻഡ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെയും നഴ്സിംഗ് കോളേജിന്റെയും പ്രഥമ ഡയറക്ടറും കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ സ്ഥാപകനും തൃശൂർ അതിരൂപതയുടെ മുൻ വികാരി ജനറാളുമായ റവറൻഡ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് രോഗാവസ്ഥയെ തുടർന്ന് തൃശൂർ സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിൽ വിശ്രമജീവിതം നയിക്കുകയായിരുന്നു. 2026 ഏപ്രിൽ 9 വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് അഭിവന്ദ്യ മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ കാർമ്മികത്വത്തിൽ തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രി ചാപ്പലിൽ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം വൈകിട്ട് 4 മണി മുതൽ ജൂബിലി മിഷൻ ആശുപത്രിയിലും വൈകിട്ട് 6 മണി മുതൽ തൃശൂർ ബെനറ്റ് റോഡിൽ സേക്രഡ് ഹാർട്ട് സ്കൂളിന് പുറകുവശത്തുള്ള തറവാട്ട് ഭവനത്തിലും ഭൗതിക ശരീരം പൊതുദർശനത്തിന് വച്ചു. ശുശ്രൂഷകളുടെ ആദ്യ ഭാഗം 2026 ഏപ്രിൽ 10 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 1 മണിക്ക് അഭിവന്ദ്യ മാർ ടോണി നീലങ്കാവിൽ പിതാവിന്റെ കാർമ്മികത്വത്തിൽ വീട്ടിൽ നടക്കും. ഭൗതിക ശരീരം തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസലിക്ക ദേവാലയത്തിലേക്ക് കൊണ്ടുവരും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് വിശുദ്ധ കുർബാനയോടുകൂടി മൃതസംസ്കാര ശുശ്രൂഷയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ അഭിവന്ദ്യ മാർ ആൻഡ്രൂസ് താഴത്ത് മെത്രാപ്പോലിത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തും. സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ അനുശോചന സന്ദേശം നൽകും. തൃശൂർ പരിശുദ്ധ വ്യാകുല മാതാവിൻ ബസലിക്ക ഇടവകയിലെ ആലപ്പാട്ട് ആന്റണി റോസി ദമ്പതികളുടെ മകനായി 1953 ഒക്ടോബർ 10 ജനനം. 1995 ഡിസംബർ 27 മാർ ജോസഫ് കുണ്ടുകുളം പിതാവിൽ നിന്നാണ് പൗരോഹിത്യ സ്വീകരണം. പാവറട്ടി ഇടവകയിൽ സഹവികാരിയായി ശുശ്രൂഷ ആരംഭിച്ചു. ഇരവിമംഗലം, കണ്ണംകുളങ്ങര, വിജയപുരം, കോളങ്ങാട്ടുകര, നെഹ്റു നഗർ ഇടവകകളിൽ വികാരിയായി സേവനം ചെയ്തു. ജൂബിലി മിഷൻ ആശുപത്രിയുടെ അമരക്കാരനായി 12 വർഷത്തോളം സേവനം ചെയ്തു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ്, നഴ്സിംഗ് കോളേജ് എന്നിവയുടെ സ്ഥാപകരും പ്രഥമ ഡയറക്ടറുമായിരുന്നു. തൃശൂർ അതിരൂപതയുടെ വികാരി ജനറൽ, അതിരൂപതയുടെ സാമൂഹ്യക്ഷേമ വിഭാഗമായ സാന്ത്വനം ഡയറക്ടർ, ഏങ്ങണ്ടിയൂർ MI ആശുപത്രി ഡയറക്ടർ, പാവറട്ടി സാന്റ് ജോസ് ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ എന്നീ നിലകളിൽ സേവനം ചെയ്തു. അതിരൂപത ആലോചന സമിതി, പാസ്റ്ററൽ കൌൺസിൽ, വൈദിക സമിതി, ഫിനാൻസ് കൌൺസിൽ എന്നിവയിൽ അംഗമായി. തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബിരുദാനന്തര ബിരുദം നേടിയതിനു ശേഷം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠനം പൂർത്തിയാക്കി. സഹൃദയ ഐ സൊസൈറ്റി ജില്ലാ പ്രസിഡന്റ്, ആക്സ് വൈസ് പ്രസിഡന്റ്, തൃശൂർ പെരൂർ സത്സംഗിന്റെ രക്ഷാധികാരി, പെയിൻ ആൻഡ് പാലിയേറ്റീവ് സൊസൈറ്റി, ഓട്ടിസം സൊസൈറ്റി എന്നിവയുടെ രക്ഷാധികാരി എന്നീ നിലകളിൽ സേവനം ചെയ്തു. കേരള JCC യങ് മെൻ അവാർഡ്, കേരള സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സോഷ്യൽ സർവീസ് അവാർഡ്, വിശിഷ്ട സേവാ അവാർഡ്, റോട്ടറി ക്ലബിന്റെ വൊക്കേഷണൽ എക്സലൻസ് അവാർഡ്, രാഷ്ട്രരത്ന അവാർഡ്, ജൂനിയർ ചേംബർ ഓഫ് കൊമേഴ്സ് അവാർഡ്, കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറത്തിന്റെ ഗവർണർ അവാർഡ്, കർമ്മശ്രേഷ്ഠ പുരസ്കാരം, മർച്ചന്റ്സ് അസോസിയേഷന്റെ ഔട്ട്സ്റ്റാൻഡിംഗ് അവാർഡ്, കേരള സഭാപത്രത്തിന്റെ കേരള സഭാരത്നം അവാർഡ്, ശക്തൻ തമ്പുരാൻ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ നേടി. 50ലധികം പുസ്തകങ്ങൾ രചിച്ചു. നിരവധി റേഡിയോ TV പ്രഭാഷണങ്ങൾ നടത്തി. ആതുര ശുശ്രൂഷയെ ജീവന് തുല്യം സ്നേഹിച്ച ആലപ്പാട്ടച്ചന്റെ ആഗ്രഹപ്രകാരം മരണശേഷം കണ്ണുകൾ ജൂബിലി മിഷൻ നേത്ര ബാങ്കിലേക്കും സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം ഭൗതിക ശരീരം ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് വിദ്യാർത്ഥികളുടെ പഠനാവശ്യത്തിനും ദാനം ചെയ്യും. ഫ്രാൻസിസ് ആലപ്പാട്ടച്ചൻ 2025 ഫെബ്രുവരി മുതൽ സെന്റ് ജോസഫ് വൈദിക മന്ദിരത്തിൽ വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു. ജോൺസൺ, മേരി എന്നിവർ അച്ഛന്റെ സഹോദരങ്ങളാണ്. ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ടിന്റെ വിയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് അനുശോചിച്ചു. ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ സ്ഥാപക ഡയറക്ടറും എഴുത്തുകാരനും തൃശൂർ അതിരൂപത മുൻ വികാരി ജനറലുമായ ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് എന്ന ആലപ്പാട്ടച്ചന്റെ വിയോഗത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അനുശോചിച്ചു. പൊതുജനാരോഗ്യം ലക്ഷ്യമിട്ട് ആരോഗ്യമേഖലയിൽ ദീർഘവീക്ഷണത്തോടെ പ്രവർത്തിച്ച വൈദിക ശ്രേഷ്ഠനായിരുന്നു അദ്ദേഹമെന്നും വൈദ്യശാസ്ത്ര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹിക മേഖലയിലും സ്വന്തം കയ്യൊപ്പ് ചാർത്തിയിരുന്നു ആലപ്പാട്ടച്ചനെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം സ്ഥാപിച്ച് രക്തദാനം ജനകീയമാക്കിയതും ഇദ്ദേഹമായിരുന്നു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ചെയർമാനായി പ്രവർത്തിച്ചു. തൃശൂർ അതിരൂപതയ്ക്ക് കീഴിലുള്ള മിക്ക ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് പിന്നിലും ആലപ്പാട്ടച്ചന്റെ സ്നേഹസ്പർശമുണ്ട്. ഭക്ഷ്യക്കിറ്റ് LDF നേതാക്കൾ കുത്തിയിരിപ്പ് സമരം നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ സ്വാധീനിക്കാനും നീതിയുക്തമായ വോട്ടിംഗ് അട്ടിമറിക്കാനും BJP നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ LDF പരാതി നൽകി. മുൻകൂട്ടി അനുമതി വാങ്ങിച്ചെന്നിട്ടും പരാതി സ്വീകരിക്കാൻ കളക്ടർ സ്ഥലത്തുണ്ടാവാതിരുന്നതിനെ തുടർന്ന് നേതാക്കൾ കുത്തിയിരിപ്പ് നടത്തി.
ADM എത്തി പരാതി സ്വീകരിച്ചു. കുത്തിയിരിപ്പ് സമരം അതിനെ തുടർന്ന് അവസാനിപ്പിച്ചു. ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് ജാഗ്രത പുലർത്തുമെന്നും അറിയിച്ചതിനെ തുടർന്ന് പ്രതിഷേധം അവസാനിപ്പിക്കുന്നുവെന്ന് LDF നേതാക്കൾ പറഞ്ഞു. ജില്ലയിലുടനീളം LDF പ്രവർത്തകരും ജാഗ്രത പുലർത്തും. നീതിയുക്തമായ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് പലവട്ടം BJP ശ്രമിച്ചിട്ടും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ കളക്ടർ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്ന് LDF നേതാക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞു. തൃശൂർ മണ്ഡലത്തിൽ BJP നിരന്തരമായി പണം ഒഴുക്കിയിട്ടും സാധന സാമഗ്രികൾ വിതരണം ചെയ്തിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടില്ലെന്ന് നടിക്കുന്നു. BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ വർഗീയ പ്രസ്താവന നടത്തിയത് മുതൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പക്ഷപാതപരമായ നിലപാട് കൈക്കൊള്ളുന്നു. LDF പരാതി നൽകിയിട്ടും ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കുന്ന റിപ്പോർട്ട് കളക്ടർ നൽകി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൗന അനുവാദത്തോടെയാണോ ഈ അട്ടിമറി എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം മാത്രമല്ല, ജനപ്രാതിനിധ്യ നിയമപ്രകാരവും ഭാരതീയ ന്യായ സംഹിത പ്രകാരവും ക്രിമിനൽ നടപടി അർഹിക്കുന്ന കുറ്റമാണെന്ന് LDF നൽകിയ പരാതിയിലുണ്ട്. ഇത്തരം നീക്കങ്ങൾ മുളയിലെ നുള്ളണമെന്നും പരാതിയിൽ പറഞ്ഞു. CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ, CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VS സുനിൽകുമാർ, ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, അനൂപ് ഡേവിസ് കാട, KB സുമേഷ് എന്നിവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ഗേൾസ് സ്കൂളിൽ 49ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയപ്പോഴാണ് ആളുടെ വോട്ട് പോസ്റ്റർ വോട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ച് വോട്ട് രേഖപ്പെടുത്താനാകാതെ പ്രതിഷേധിച്ചത്. തുടർന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം അറിയിച്ച് വോട്ടിംഗ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടു. ഈ നിയോജകമണ്ഡലത്തിലെ ഗേൾസ് ഹൈസ്കൂൾ ബൂത്ത് നമ്പർ 49 നടന്നൊരു സംഭവമാണ്. ഈ നിൽക്കുന്ന സജീവ് വോട്ട് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് പോസ്റ്റൽ ബാലറ്റിൽ വേറെ ആരോ ചെയ്തു എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇലക്ഷൻ അധികാരിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് സമാശ്വാസം വോട്ട് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ ഔദാര്യം. ഇതിന് നമ്മൾ കള്ളവോട്ട് എന്നാണ് പറയുക. ഇതിന് വേറൊന്നും പറയാനായിട്ടില്ല. ഉണ്ടായിട്ടുള്ള അനുഭവം സജീവം എല്ലായിടത്തും പോയി ചെയ്യണമാതിരിയാണ് ബൂത്തിൽ കയറിയത്. ബൂത്തിൽ കയറിയപ്പോൾ അവർ പറഞ്ഞു ഇത് പോസ്റ്റ് ഔട്ടാണ്, നമുക്ക് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് അവിടെ നിന്ന് 1-2 ആളൊക്കെ വിളിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നിട്ട് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിൽ പിന്നെ പുറത്തേക്ക് കടന്നോളാൻ പറഞ്ഞു. എന്നിട്ട് പിന്നെ ഏതൊരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് സ്ലിപ്പ് ചെയ്യാം പോരെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആലോചിച്ചിട്ട് ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഉണ്ടായി. അത് കൗണ്ട് ചെയ്യില്ല. അപ്പോൾ അത് അവരുടെ ഔദാര്യം. അപ്പോൾ ഇതിനർത്ഥം നമ്മുടെ അലിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കള്ളവോട്ടാണെന്നുള്ളതാണ്. ഞങ്ങൾ കുറച്ച് പേര് അവിടെ പോയിട്ട് അവിടെ പറഞ്ഞപ്പോൾ ഇലക്ഷൻ നിർത്തി വയ്ക്കാനോ വേറെ നിർവാഹമില്ല, നിങ്ങൾ എന്താ വെച്ചാൽ പറ്റുന്നത് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ ദാർഷ്ട്യത്തോടെയാണ് അവരുടെ പെരുമാറ്റം. ചേട്ടൻ എന്തായാലും ജോലി? എനിക്ക് കൺസ്ട്രക്ഷൻ വർക്കാണ്. ഈ ഒരു സാധാരണക്കാരനായിട്ടുള്ള ഇയാൾ സർക്കാർ ഉദ്യോഗസ്ഥനോ പബ്ലിക് സർവൻറ്റോ അല്ലെങ്കിൽ വേറെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയുള്ള ആളൊന്നല്ല. പിന്നെ ഇയാൾക്ക് എങ്ങനെയാണ് ഈ പോസ്റ്റൽ ബാലറ്റ് വരുന്നത്? ബൂത്ത് നമ്പർ 49 ഈ സംഭവം നടന്നിട്ടുള്ളത്, വടക്കാഞ്ചേരി നിയോജകമണ്ഡലം. ഇത് അധികാരികൾ നിർത്തിവെക്കാനും. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയ തിരുനാളിനോടനുബന്ധിച്ച് മതസൗഹാർദ്ദ സദസ്സ് സംഘടിപ്പിച്ചു. വികാരി ഫാദർ ഡോക്ടർ വിൻസൻ ചെറുവത്തൂർ, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, രാഷ്ട്രീയ സാമൂഹ്യ പ്രമുഖർ എന്നിവർ സംബന്ധിച്ചു. എല്ലാവരും പ്രാർത്ഥനകളും എല്ലാവർക്കും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ മണ്ഡലത്തിൽ അടുത്ത പള്ളി മണ്ഡലത്തിൽ പള്ളി വികാരിച്ച സ്നേഹോഷം ഏറ്റവും ബഹുമാന്യരായ വ്യക്തികളെ, ഏറ്റവും സ്നേഹമുള്ള ഇളവക്കാരെ, മറ്റ് മതസ്ഥരായ കൊല്ലുക്കരയിൽ നിന്നൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ, നിങ്ങൾ ഓരോരുത്തർക്കും ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുകയാണ്. ഒരു പ്രസംഗത്തിൻ്റെ സമയമല്ലാത്തത് കൊണ്ട് രാമവർമ്മപുരത്ത് മരക്കും പൊടിഞ്ഞു വീണ് പരിക്കേറ്റയാൾ മരിച്ചു. പാടുക്കാട് ആറ്റിയത്ത് പറമ്പിൽ വേലായുധന്റെയും ശാന്തയുടെയും മകൻ രാജനാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. 40 വയസ്സായിരുന്നു. അപകടത്തിൽ തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ ഇദ്ദേഹത്തെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രക്കിടയിൽ വെള്ളിയാഴ്ച വൈകിട്ട് 7ഓടെ രാമവർമ്മപുരം പോലീസ് അക്കാദമിക്ക് സമീപം പുളിഞ്ചോട്ടിൽ വെച്ചാണ് അപകടം. സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ റോഡിലേക്ക് ചാഞ്ഞു നിന്ന മാവിൻ കൊമ്പാണ് പൊട്ടിവീണത്. ബന്ധുവീട്ടിലേക്ക് വരുമ്പോഴായിരുന്നു അപകടം. ഹെൽമറ്റ് തകർന്ന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റു. വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ചയാണ് മരണം. സംസ്കാരം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2-ന് വടൂക്കര ശ്മശാനത്തിലാണ്. ദീപയാണ് ഭാര്യ. കൃഷ്ണേന്ദു, കൃഷ്ണജിത്ത് എന്നിവർ മക്കളാണ്. മറ്റൊരിടവേള. മൂവായിരം സ്ക്വയർ ഫീറ്റിൽ 3 നിലകളിലായി നവീകരിച്ച മണ്ണുത്തിയിലെ ഏറ്റവും വലിയ ബ്യൂട്ടി പാർലർ മാഗ്നോലിയ. മാഗ്നോലിയെ ഒരു വൻ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രിയ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇലക്ട്രോണിക് സ്കിൻ തെറാപ്പി,
ഫിഷ് തെറാപ്പി തുടങ്ങി 26-ൽ പരം മാഗ്നോലിയ സ്പെഷ്യൽ തെറാപ്പിയുമായി അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ അണിയിച്ചൊരുക്കിയ മാഗ്നോലിയ ബ്യൂട്ടി പാർലറിലേക്ക് ഏവർക്കും സ്വാഗതം. മാഗ്നോലിയ ലേഡീസ് ബ്യൂട്ടി പാർലർ, കൊടുങ്ങല്ലൂർക്കാവ് അമ്പലത്തിന് സമീപം, മണ്ണുത്തി. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം, മണ്ണുത്തി. പോസ്റ്റ് ഓഫീസിന് സമീപം, മണ്ണുത്തി. വാർത്തകൾ തുടരുന്നു. പറവട്ടാനി ക്രിസ്തീയ വീഥിയിൽ ചിറമൽ പുറത്തുകാരൻ തോമക്കുട്ടി മകൻ പാവു അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടന്നു. പരേതിയായ ജോളിത്തിയാണ് ഭാര്യ. തോമസ്, വർഗീസ്, തിമോത്തി, അബി എന്നിവർ മക്കളും. ബിന്ദു, ഡയാന, നിസ, സ്റ്റെഫി എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. 25 ദിവസത്തെ പരസ്യ പ്രചാരണവും 1 ദിവസത്തെ നിശബ്ദ പ്രചാരണവും കഴിഞ്ഞ് ശാന്തമായ അന്തരീക്ഷത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി മെയ് 4-ന് ഫലപ്രഖ്യാപനത്തിനായുള്ള കാത്തിരിപ്പ്. തൃശൂർ അതിരൂപത മുൻ വികാരി ജനറൽ റവറൻഡ് ഫാദർ ഡോക്ടർ ഫ്രാൻസിസ് ആലപ്പാട്ട് അന്തരിച്ചു. 72 വയസ്സായിരുന്നു. മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗം 2026 ഏപ്രിൽ 10 വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 1 മണിക്ക്. ഒല്ലൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. ഭക്ഷ്യക്കിറ്റ് LDF നേതാക്കൾ കുത്തിയിരിപ്പ് സമരം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.